നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി ഉടൻ. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച പ്രതി ഒരു തരത്തിലും മാനസാന്തരപ്പെടാൻ സാധ്യതയില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ പ്രായം പരിഗണിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഒപ്പം അശ്വിൻ പാലാഴിയുമുണ്ട്. ഷഫീദ്, കോടതി നടപടികൾ തുടങ്ങിയോ? 1:15 എന്നായിരുന്നുവല്ലോ നേരത്തെ കേട്ടത്. അല്പസമയത്തിനകം അത് സംബന്ധിച്ച പ്രധാനപ്പെട്ട ഉത്തരവ് ഉണ്ടാകും അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും ശിക്ഷാവിധിയിൽ വിശദമായ വാദം കേട്ടു. കേരളത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ഏകപ്രതിയായിട്ടുള്ള കേതൽ ജിൻസൺ രാജയ്ക്ക് എന്ത് ശിക്ഷ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കും എന്നുള്ളതാണ്. ശിക്ഷാവിധിയിലടക്കം ശക്തമായിട്ടുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തി. വിചാരണഘട്ടത്തിൽ പ്രതിഭാഗം ഉയർത്തിയ ഒരേ ഒരു പ്രധാനപ്പെട്ട വാദമായിരുന്നു ഈ കേതലിന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ ആ പ്രശ്നങ്ങളെ തന്നെ കൂട്ടുപിടിച്ചാണ് ഇന്ന് ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോഴും പ്രോസിക്യൂഷൻ ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചതിൽ ഏറ്റവും പ്രധാനം ഈ കൊലപാതകത്തിന്റെ ആസൂത്രണം മാത്രവുമല്ല, ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് പ്രതി നടത്തിയ ചില മുന്നൊരുക്കങ്ങളടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായും നമുക്കെടുത്തു പറയാൻ കഴിയുന്നത് ഈ പ്രതി 2017 ഏപ്രിൽ 5-ാം തീയതിയാണ് അമ്മ, അച്ഛൻ, സഹോദരി എന്നിവരെ കൊലപ്പെടുത്തുന്നത്. തൊട്ടടുത്ത ദിവസം 6-ാം തീയതി ബന്ധുവായിട്ടുള്ള ലളിതയെ കൊലപ്പെടുത്തുന്നു. അവരുടെ അടക്കം കൊലപാതകത്തിന് പ്രതി ചൂസ് ചെയ്ത രീതി, അതിന് തലേ ദിവസം, അതായത് ആദ്യ 3 കൊലപാതകങ്ങൾ നടത്തുന്ന തലേ ദിവസം 4-ാം തീയതി പ്രതി മോപ്പടക്കമുള്ള കാര്യങ്ങൾ വാങ്ങി മുറിയിൽ സൂക്ഷിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് ഫ്ലിപ്കാർട്ട് വഴി സ്റ്റാൻലി സ്കാർപ്പന്റെ സാക്സ് എന്ന കൊലപാതകത്തിന് ഉപയോഗിച്ച മഴു വാങ്ങിയത്. അങ്ങനെ ഈ ആസൂത്രണം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും പ്രോസിക്യൂഷൻ ഇന്നും കോടതിയിൽ അക്കമിട്ട് നിരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, പ്രോസിക്യൂഷൻ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രതിക്ക് മാനസാന്തര സാധ്യത ഇല്ല എന്നുള്ള ശക്തമായിട്ടുള്ള വാദം, അത് ചില സ്റ്റാൻഡുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചു. കൃത്യം നടന്നതിന് മുൻപും അതിനുശേഷവും പ്രതിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ ഇന്നും പറഞ്ഞു. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട ലളിത, അവർക്ക് 70 വയസ്സുണ്ടായിരുന്നു, അന്ധയായിരുന്നു. അവർ ഒരാഴ്ച മുൻപും പ്രതിക്ക് 1 ലക്ഷം രൂപ നൽകി. എന്നിട്ടും പ്രതി അവരെയും കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ നൽകിയില്ലെങ്കിൽ അത് ആപത്താണ്. ഇയാൾക്കെതിരെ മൊഴി നൽകിയവരുടെ ജീവന് ആര് സംരക്ഷണം നൽകുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. 2 പ്രധാനപ്പെട്ട സാക്ഷികൾ ഈ കേസിലുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇവരുടെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന അങ്കിളായിട്ടുള്ള ജോസ് എന്നയാളാണ്. രണ്ടാമത്തേത് വീട്ടുജോലിക്കാരിയാണ്. സ്വാഭാവികമായും അവരുടെ ജീവന് എന്ത് വില എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ഇന്ന് ചോദിച്ചു. വളരെ ബുദ്ധിപൂർവ്വം കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ബുദ്ധിമാനാണ് പ്രതി എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച പ്രതി ഒരു തരത്തിലും മാനസാന്തരപ്പെടാനോ പ്രതിയെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ അവസരമൊരുക്കേണ്ട കാര്യമോ ഇല്ല എന്നും പ്രോസിക്യൂട്ടറായിട്ടുള്ള ദിലീപ് സത്യൻ ഇന്ന് കോടതിയിൽ പറഞ്ഞു. മറ്റൊന്ന്, ഈ കേസിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഭവം, കേതൽ ജിൻസൺ രാജ പിടിക്കപ്പെട്ട ശേഷം അദ്ദേഹം പോലീസിനോടക്കം പറഞ്ഞ കാര്യം, താൻ ആസ്ട്രൽ പ്രൊജക്ഷന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. അതായത് സ്വർഗപ്രവേശന ആഭിചാര വിധിക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതായിരുന്നു. എന്നാൽ അന്ന് തന്നെ, അതായത് ഇയാൾക്ക് ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ പോലീസ് സ്ഥിരീകരിച്ച കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ളതല്ല ഈ കൊലപാതകം എന്നുള്ളത്. അതും ഇന്ന് ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ അതിനെ ചൊല്ലിയും ചില കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നത് പ്രതി തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ്. പ്രതിയുടെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും ആസ്ട്രൽ പ്രൊജക്ഷനെ സംബന്ധിച്ചിട്ട് ഒരു വിവരവുമില്ല. പിന്നെ പ്രതി ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചൊക്കെ ഏതെങ്കിലും ആശ്രമത്തിൽ നിന്ന് പഠിച്ചതാണോ എന്ന് പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തോട് ഇന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രതിഭാഗം ഇന്ന് നറേറ്റ് ചെയ്ത ഒരേ ഒരു കാര്യം, അത് ഈ പ്രതിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. പ്രതിക്ക് മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. മാത്രവുമല്ല, പ്രതിയെ ചികിത്സിച്ച, പ്രതിയെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള മോഹൻ റോയ് എന്ന ഡോക്ടർ എഴുതി കൊടുത്ത വെള്ളക്കടലാസ് മാത്രമാണ് പ്രോസിക്യൂഷന്റെ കയ്യിലുള്ളതെന്നും പ്രതിക്ക് മാനസിക പ്രശ്നമില്ല എന്ന് എന്തടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയുന്നു എന്നുള്ള കാര്യം കൂടി പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, പ്രതിയുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നും ഇന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നുള്ള ഒറ്റ വാദത്തിൽ ഇന്ന് പ്രോസിക്യൂഷൻ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും കോടതി കഴിഞ്ഞ ദിവസം ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ പറഞ്ഞത്, ഈ കേസിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഈ കേസിൽ ചില സസ്പീഷ്യസ് ആയിട്ടുള്ള എലമെന്റുകൾ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്നായിരുന്നു തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജോർജ് ഇന്നലെ പറഞ്ഞ കാര്യം. പക്ഷേ അത് തന്നെയാണ് ഇന്നും ഒരു പക്ഷേ ആവർത്തിക്കാനുള്ള സാധ്യത. പ്രതിക്ക് പരമാവധി ശിക്ഷ, അത് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള നിലപാട് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുമെന്നുള്ളത് അല്പസമയത്തുള്ളിൽ നമുക്കറിയാം. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ, ആസൂത്രണമടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കാനുള്ള സാക്ഷിമൊഴികൾ, അതായിരുന്നു നന്ദൻകോട് കൊലപാതക കേസിൽ പ്രോസിക്യൂഷൻ വിചാരണഘട്ടത്തിലടക്കം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ. ഏതായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷാവിധിയിൽ വിശദമായ വാദം കേട്ടു. അല്പസമയത്തിനുള്ളിൽ കോടതി ചേരും.
നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് വധശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അല്പസമയത്തിനുള്ളിൽ അറിയാം. വിജയകുമാർ. ഷഫീദ്, ഈ പ്രതി മാനസിക രോഗം അഭിനയിക്കുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രതിഭാഗം ചോദിച്ചു. മാനസികാരോഗ്യ വിദഗ്ധൻ മോഹൻ റോയിയുടെ റിപ്പോർട്ട് വെള്ളപ്പേപ്പറിൽ എഴുതി നൽകിയതാണ് എന്ന് പറയുന്നു. അത് ആ രേഖ വ്യാജം എന്നൊക്കെ പ്രതിഭാഗം പറയുന്നു. അതുപോലെ പോലീസും സാക്ഷികളും ചേർന്ന് ഒത്തുകളിച്ചു എന്നൊക്കെ പ്രതിഭാഗം പറയുന്നു. ഇതൊക്കെ ഈ അവസാന നിമിഷം നടത്തുന്ന ചില രക്ഷാപ്രവർത്തന ദൗത്യം എന്നതിനപ്പുറത്തേക്ക് ഇതിലൊന്നും നിയമപരമായി നിലനിൽക്കുന്ന വാദങ്ങളല്ലല്ലോ ഈ പ്രതിഭാഗം ഈ ഘട്ടത്തിൽ ഈ ശിക്ഷയിന്മേൽ നടത്തുന്നത്, അല്ലേ? വിജയകുമാർ, സ്വാഭാവികമായിട്ടും ഈ ശിക്ഷാ ഇളവ് ലഭിക്കാൻ വേണ്ടി പ്രതിഭാഗം നടത്തുന്ന സാധാരണ വാദം എന്നതിനപ്പുറത്തേക്ക് നമുക്കതിനെ കാണാൻ കഴിയില്ല. കാരണം വിചാരണ ഘട്ടത്തിൽ ആവർത്തിച്ച് പ്രതിഭാഗം ഉയർത്തിയതായിരുന്നു പ്രതിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ കോടതി മുഖവിലേക്ക് എടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഇത് ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷനോ പോലീസോ മുന്നോട്ട് വെച്ച എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ട്രയൽ തുടങ്ങുന്നതിന് മുൻപ് കോടതി തന്നെ ഇക്കാര്യത്തിൽ പ്രതിയുടെ മാനസികാരോഗ്യം പരിശോധിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അങ്ങനെ ഒരു മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിച്ച് പല ഘട്ടത്തിൽ പ്രതിയുടെ മാനസികാരോഗ്യം പരിശോധിച്ച ശേഷമാണ് ഈ ട്രയലിലേക്ക് കടന്നത്. പ്രതിക്ക് മറ്റു കുഴപ്പമില്ല, പ്രതി സാധാരണ മനുഷ്യരെ പോലെയാണ് പെരുമാറുന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് ട്രയൽ തന്നെ ആരംഭിക്കുന്നത്, ഏതാണ്ട് 6.5 വർഷത്തിന് ശേഷം. അപ്പോൾ ആ വാദം ഏതെങ്കിലും തരത്തിൽ കോടതി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പിന്നീട് ഈ മോട്ടീവിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. പ്രതി ഇപ്പോഴും ഈ മോട്ടീവ് സംബന്ധിച്ച് പോലീസ് പ്രസന്റ് ചെയ്ത, പ്രോസിക്യൂഷൻ പ്രസന്റ് ചെയ്ത കാര്യം, പ്രതിക്ക് മാതാപിതാക്കളോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രതി +2 വരെ മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്. അതേസമയം പ്രതിയുടെ അച്ഛൻ പ്രൊഫസർ രാജാ തങ്കത്തിന്റെ കുടുംബത്തിലടക്കം അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ വലുതാണ്. അപ്പോൾ ആ പേര് പറഞ്ഞ് രാജാ തങ്കം പലപ്പോഴായി പ്രതിയെ കുറ്റപ്പെടുത്തുമായിരുന്നു. മാത്രമല്ല, വിദേശത്ത് ഡോക്ടർ പഠനത്തിലൊക്കെ പോയി അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചതടക്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കി. അങ്ങനെ രാജാ തങ്കം മാനസികമായി ഇയാളെ ബുദ്ധിമുട്ടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിലെ വൈരാഗ്യം മൂലമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല, ഈ മാതാപിതാക്കളടക്കം വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു, താൻ മാത്രം കേരളത്തിൽ ഒറ്റപ്പെടുമോ എന്നുള്ള ആശങ്ക ഇയാൾക്കുണ്ടായിരുന്നു. അതടക്കം ഇയാൾക്ക് ഈ മോട്ടീവിലേക്ക് നയിച്ചു, ഈ ക്രൂര കൊലപാതകങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്, പ്രോസിക്യൂഷൻ വാദം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ മോട്ടീവ് സംബന്ധിച്ച് ഇളവുകൾ പരിഗണിക്കുമോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇളവുകൾ പരിഗണിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ കേസിൽ അത് ഈ അപൂർവങ്ങളിൽ അപൂർവമാണെന്നുള്ള നിരീക്ഷണം കോടതി കൂടി നടത്തി കഴിഞ്ഞാൽ പരമാവധി ശിക്ഷ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് സിറ്റുവേഷണൽ എവിഡൻസും അതേപോലെ തന്നെ സയന്റിഫിക് എവിഡൻസും ഒരേ രീതിയിൽ കോർത്ത് നൽകിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച മഴു അത് ഇയാൾ തന്നെ ഓൺ ചെയ്യുന്നു എന്നുള്ളത് കണ്ടെത്താൻ, അങ്ങനെയുള്ള കണ്ടെത്തലുള്ള തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈ കൊലപാതകം നടന്ന 5-6 ദിവസങ്ങളിലും ഈ മൃതദേഹങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച 7-8 ദിവസങ്ങളിലും കേഡൽ ജിൻസൺ രാജ് നന്ദൻകോട് ക്ലിഫ് ഹൗസിന് പരിസരത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള മൊഴിയുണ്ട്, സാക്ഷിമൊഴിയുണ്ട്. രണ്ടാമത്തേത് ഈ കൊലപാതകം നടന്നതിന് ശേഷം കൊല്ലപ്പെട്ട ബന്ധുക്കൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് ഇയാൾ 2 പേരോട് കളവ് പറഞ്ഞിട്ടുണ്ട്, നുണക്കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ അത് സാധൂകരിക്കുന്ന സാക്ഷിമൊഴിയും കോടതിക്ക് മുൻപിലുണ്ട്. അപ്പോൾ സാക്ഷിമൊഴികൾ ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യം. അതൊരു വൈറ്റൽ എവിഡൻസ് ആണ്. മറ്റേത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച മഴു, അത് വാങ്ങിയ രീതി, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്ത സൂംബി ഗോ ബൂം എന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യം, അത് എന്താണോ ഈ കൊലപാതകം നടത്തിയ രീതി, തലയ്ക്ക് പിന്നിൽ കൂടി മഴു കൊണ്ട് വെട്ടിക്കൊലപ്പെടുന്ന അതേ രീതി, അത് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ദൃശ്യം ഇയാൾ കണ്ട് ട്രയൽ നടത്തി എന്നുറപ്പിക്കാൻ കഴിയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതും വളരെ നിർണായകമായിട്ടുള്ള, വിചാരണ ഘട്ടത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവായിരുന്നു. അപ്പോൾ ഇത് ഇത്രയടക്കം തെളിവ് ഇതിനകത്തുണ്ട്. മാത്രമല്ല, ഈ കേഡൽ ജിൻസൺ രാജയുടെ വസ്ത്രങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ട ആളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കേസിലെ, ആ 4 തെളിവുകളാണ് ഈ കേസിലെ ഏറ്റവും വൈറ്റൽ തെളിവുകളായി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത്. അത് കോടതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കോടതി അത് കണ്ടെത്തിയിട്ടുണ്ട്. കോടതി അത് ഗൗരവത്തിൽ എടുത്തുകൊണ്ടാണ് ആ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇയാൾ തന്നെയാണ് ഇത് കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഇതിലെ ശിക്ഷയിലേക്ക് വരുമ്പോൾ ഇയാളുടെ മാനസികാരോഗ്യം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം ഗൗരവത്തിൽ കോടതി പരിഗണിക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും തരത്തിൽ പ്രായമോ അതല്ലെങ്കിൽ ഇയാൾ ഇത്രയും കാലം അനുഭവിച്ച തടവ് കാലാവധി ഒക്കെ ആയിരിക്കാം പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ചാൽ പോലും അത് ഏതെങ്കിലും തരത്തിൽ വലിയ ഇളവുകളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും വലിയ വിവാദമുണ്ടാക്കിയ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള പേര്, അത് ആദ്യമായി കേരളം കേട്ട കൊലപാതക സംഭവമായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം. 2017 ഏപ്രിൽ 5-നാണ് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലിഫ് ഹൗസ്, അതൊരു മോസ്റ്റ് സെക്യൂരിറ്റി ഏരിയ ആണ് തിരുവനന്തപുരം നഗരമധ്യത്തിലെ. അവിടെ, അതായത് മുഖ്യമന്ത്രിയുടെ അടക്കം ഔദ്യോഗിക വസതിയുടെ തൊട്ട് സമീപത്ത് ഒരു 500 മീറ്ററിനിപ്പുറത്ത് ബെയിൻസ് കോമ്പൗണ്ട് 117 നമ്പറിലായിരുന്നു കേഡൽ ജിൻസൺ രാജ 4 പേരെ കൊലപ്പെടുത്തിയത്. അച്ഛൻ പ്രൊഫസർ രാജാ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോലിന, ബന്ധുവായിട്ടുള്ള ലളിത ജീൻ
എന്നീ 4 പേരെയായിരുന്നു ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആദ്യം 2017 ഏപ്രിൽ 5-ാം തീയതി ഉച്ചയ്ക്ക് മുൻപ് അമ്മയെ രണ്ടാമത്തെ നിലയിലേക്ക് വിളിച്ചു വരുത്തുന്നു. താൻ ഉണ്ടാക്കിയ പുതിയ വീഡിയോ ഗെയിം കാട്ടിത്തരാമെന്ന് പറഞ്ഞാണ് ഇയാൾ വിളിച്ചു വരുത്തുന്നത്. ശേഷം കമ്പ്യൂട്ടറിന് മുൻപിൽ അമ്മയെ ഇരുത്തുന്നു. പിന്നിൽ നിന്ന് മഴുകൊണ്ട് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ അച്ഛനോടും സഹോദരിയോടും ഒപ്പം ഇരുന്ന ഇയാൾ ഭക്ഷണം കഴിക്കുന്നു. ഇവരോട് അമ്മ പുറത്തേക്ക് പോയത് നുണ പറയുന്നു. പിന്നാലെ വൈകുന്നേരത്തിന് മുൻപ് അച്ഛനെ സമാനമായ രീതിയിൽ രണ്ടാമത്തെ നിലയിലുള്ള തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഇതേ രീതിയിൽ കൊലപ്പെടുത്തുന്നു. സഹോദരിയെയും അന്ന് വൈകിട്ട് തന്നെ കൊലപ്പെടുത്തി 3 മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നു. തൊട്ടടുത്ത ദിവസം അന്ധയായിട്ടുള്ള 70 വയസ്സുള്ള ബന്ധുവായ ലളിതയെ കൂടി ഇയാൾ ഇതേ രീതിയിൽ കൊലപ്പെടുത്തുന്നു. 7-ാം തീയതി വൈകിട്ട് ഈ മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ഇയാളുടെ ആദ്യ ശ്രമം അത് ഇയാൾക്ക് കൈക്ക് പൊള്ളലേൽക്കുന്നു. ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വരുന്നു. 8-ാം തീയതി വൈകിട്ട് വീണ്ടും ഇവരുടെ മൃതദേഹം അത് കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിൽ അപ്രതീക്ഷിതമായി ഇയാൾ വിചാരിക്കാത്തതുപോലെ ഇയാളുടെ റൂമിലേക്ക് തീ പടരുന്നു, പുക ഉയരുന്നു. അയൽവാസികൾ വിവരമറിയുന്നു, ഫയർഫോഴ്സിനെ അറിയിക്കുന്നു. ഫയർഫോഴ്സ് വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ 4 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അതിനുശേഷം 8-ാം തീയതി തന്നെ, അതായത് ഇത് പുറത്തേക്ക് അറിഞ്ഞു എന്നുള്ളത് ഉറപ്പ് വന്നപ്പോൾ തന്നെ കേദൽ ജിൻസൺ രാജ തന്റെ ID കാർഡും തന്റെ വീട്ടിലുണ്ടായിരുന്ന 60,000 രൂപയുമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ മുറിയെടുത്ത് താമസിക്കുന്നു. പോലീസ് തന്നെ തേടി എത്തുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയതിന് പിന്നാലെ ഇയാൾ ഈ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുന്നു. ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷാഡോ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം നടത്തിയ ആദ്യ ചോദ്യം ചെയ്യൽ നാഷണൽ പ്രൊജക്ഷൻ എന്ന് പറയപ്പെടുന്ന ദുർമന്ത്രവാദത്തിന്റെ കഥ ഇയാൾ പറയുന്നു. പോലീസ് അത് വിശ്വാസത്തിലെടുത്തില്ല. ശേഷം ശാസ്ത്രീയ മനോരോഗ ചികിത്സ അതിന് പരിശോധന നടത്തുന്നു. ആ പരിശോധനയിൽ ഇയാൾക്ക് ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ള കാര്യം കണ്ടെത്തി. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഇയാൾ പറയുന്ന പല കാര്യങ്ങളിലും കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചാണ് പോലീസ് ഈ രീതിയിൽ അന്വേഷണം നടത്തി ഇത്രയധികം തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് മുൻപിലേക്ക് എത്തി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ നമുക്ക് വിധി പ്രതീക്ഷിക്കാം. വിജയകുമാർ.